ഇവിടെ ഞാൻ പറയുന്നത് സത്യം ഒന്നേ ഉള്ളൂ. എല്ലാം സത്യമാണ് എന്നുള്ള അഭിപ്രായം നമുക്കില്ല, അതില്ല. എങ്ങോട്ടൊഴുകിയാലും ഏതൊക്കെ വഴികളിലൂടെ ഒഴുകിയാലും സാഗരത്തിലല്ലേ ചേരുക. അത് നിങ്ങളുടെ ലോജിക്കാണ്, പ്രമാണമല്ല. ഏതെങ്കിലും ഒരു വേദം കൊണ്ട് ഏത് വിശ്വാസം ആയിക്കോട്ടെ അതൊക്കെ സത്യത്തിലേക്കാണ് എന്നില്ല. അപ്പൊ നമുക്കറിയാം, ധാർമ്മികതയിൽ കള്ളുകുടിയുടെ വിഷയത്തിലുള്ള ധാർമ്മികത എന്താ? കാ ക്ലാസ് കുടിക്കാം, അര ക്ലാസ് കുടിക്കാം, മുക്കാ ക്ലാസ് കുടിക്കാം, മൂക്കറ്റം കുടിക്കരുത് എന്നാ? അല്ല, കുടിക്കരുത് എന്നുള്ളതാ. അതിൽ പിന്നെ 25 വഴിയുണ്ടോ? ഇല്ല, ഒറ്റ വഴിയാണ് കുടിക്കരുത്. അത് തന്നെ വഴി, അത് തന്നെ വഴി. അല്ലാതെ ക്രിസ്തീയ കുടി, ഹിന്ദു കുടി, NDF കുടി, RSS കുടി, മുജാഹിദ് കുടി, അങ്ങനെ കുടിയൊന്നുമില്ല. കുടിയൊക്കെ കുടി തന്നെ. കള്ളുടി എല്ലാരും കുടിച്ചാലും പള്ളയിലെത്തിയ എല്ലാവർക്കും തകരാറുണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്താ, എല്ലാ വഴികളിലൂടെ ഒഴുകി സാഗരത്തിലെത്തുന്ന ഉദാഹരണം നിങ്ങളുടെ ലോജിക്കാണ്, നിങ്ങളുടെ യുക്തിയാണ്, മതമല്ല, പ്രമാണമല്ല. ദൈവത്തെ കുറിച്ച് പോലും നമ്മുടെ കൺസെപ്റ്റ് എന്താ? ചില ആളുകൾ പറയും അത് വൈദ്യുതി പോലെയാണ്. അത് അവരുടെ വ്യാഖ്യാനമാണ്, ദൈവം പറഞ്ഞല്ല, വേദം പറഞ്ഞല്ല. ഒരു ഹിന്ദു ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ വൈദ്യുതി പോലെ, അത് ഫാനിലേക്ക് വന്നാൽ അത് കാറ്റായി രൂപപ്പെടുന്നു, അത് ഫ്രിഡ്ജിലേക്ക് വന്നാൽ തണുപ്പായി രൂപാന്തരപ്പെടുന്നു, അത് ലൈറ്റിലേക്ക് വന്നാൽ വെളിച്ചമായി. അങ്ങനെയൊക്കെ പറയുമ്പോൾ കേട്ടവർക്ക് നല്ലൊരു തത്വമാണ്. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകൾ. അക്ഷരാർത്ഥത്തിൽ അത് വേദത്തിനെതിരാണ്. വേദം ദൈവത്തെ പറ്റി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പലതുണ്ട് നല്ല വേദം പറഞ്ഞു, ഞാൻ ഒന്നേ ഉള്ളൂ. ദൈവം ഏകനാണെന്നേ വേദം പറഞ്ഞുള്ളൂ. പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. വ്യാഖ്യാനം ഇവിടെ ആർക്ക് വേണം? മുസ്ലിങ്ങളുടെ വ്യാഖ്യാനം ഇവിടെ ആർക്ക് വേണം? അള്ളാഹു വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? ഒരായത്തിന് ദൈവം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇസ്ലാമിൽ ഒരു പ്രത്യേകതയുണ്ട്, സുമ്മ ഇന്ന അലൈന ബയാന. പഠിച്ചു വെക്കണം. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഇറങ്ങിയാല് അത് നിലമ്പൂരിക്കാർക്ക് ഒരു വ്യാഖ്യാനം, ചേകന്നൂരേക്ക് ഒരു വ്യാഖ്യാനം, NDF-ന് ഒരു വ്യാഖ്യാനം, SSF-ന് ഒരു വ്യാഖ്യാനം, SKSSF-ന് ഒരു വ്യാഖ്യാനം, ISM-ന് ഒരു വ്യാഖ്യാനം, 2 ISM-മാർക്കും വേറെ വ്യാഖ്യാനം. അങ്ങനൊന്നുമില്ല. ഒറ്റ വ്യാഖ്യാനം. സുമ്മ ഇന്ന അലൈന ബയാന. ഖുർആനാണ് പറയുന്നത്, 75-ാം അധ്യായം. തെളിവാണ് ഞാൻ പറയുന്നത്. ആർക്കും പരിശോധിക്കാം. തുറന്ന പുസ്തകമാണ്. ഒരു പ്രകാശം പോലെ, സൂര്യകിരണം പോലെ, ശുദ്ധമായ ഒരു പകല് പോലെ. അതെ, ഇത് വളരെ വ്യക്തമാണ്. സുമ്മ ഇന്ന അലൈന ബയാന ആണ്. സുമ്മ ഇന്ന അലൈന ബയാന.